ഇംഗ്ലണ്ട് വേൽസിലെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള മരിയൻ ഷ്രൈനായ ഈ വാൾസിംഗാമിൽ നമ്മുടെ രൂപത ഒന്നുചേർന്നിരിക്കുകയാണ്. നമ്മുടെ രൂപതയോട് ചേർന്ന് സിറോ മലബാർ സഭയും കത്തോലിക്ക സഭയും സൃഷ്ടപ്രപഞ്ചവും എല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ഭവനത്തിൽ വാൾസിംഗാമിൽ ഒന്നുചേർന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഭവനം തന്നെയാണ് ഈശോയുടെ ഭവനം. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഭവനം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വാൾസിംഗാം. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 2016 ജൂലൈ 16 ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും സിറോ മലബാർ വിശ്വാസികൾക്കായി ഫ്രാൻസിസ് പാപ്പ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത സ്ഥാപിച്ചു. 2024 ജൂലൈ 16 ആകുമ്പോൾ 8 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ 8 വർഷങ്ങളിൽ നമ്മുടെ രൂപതയ്ക്ക് അനേക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളെ സഹായിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. വാൾസിംഗാമിൽ നമ്മൾ പ്രത്യേകമായിട്ട് വണങ്ങുന്ന പരിശുദ്ധ കന്യകാമറിയമാണ് നമ്മെ സംരക്ഷിച്ചത്, ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. 2022 ഫ്രാൻസിസ് പാപ്പ തന്നെ നമ്മെ പഠിപ്പിച്ചു, ഈശോ പോലും സംരക്ഷിക്കപ്പെട്ടത് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലാണ്. സഭയെ പടുത്തുയർത്തുന്ന ആരാധനക്രമം സംരക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിലാണ്. ഇന്നത് പരികർമ്മം ചെയ്യുന്ന പുരോഹിതൻ സംരക്ഷിക്കപ്പെടുന്നത് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ രൂപത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചേർന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഓർക്കാൻ വേണ്ടിയാണ്, ഈശോയെ ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഓരോ വിശുദ്ധ കുർബാനയും അത് ഈശോയെ ഓർക്കുകയാണ്, അത് ഈശോയെ ആഘോഷിക്കുന്നതാണ്, അത് ഈശോയെ അനുഷ്ഠിക്കുവാനുള്ള ശക്തി ലഭിക്കാനായിട്ടുള്ളതാണ്. 2016 38,000-ഓളം ആളുകളാണ് ഈ ഗ്രേറ്റ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് ഏകദേശം ഇരട്ടിയോളം കർത്താവ് വളർത്തിയിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ. അതുപോലെ തന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന ലഭിക്കത്തക്ക രീതിയിൽ വൈദികരെ നൽകുന്ന വലിയ കാര്യവും നമ്മൾ മനസ്സിലാക്കുകയാണ്. പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ കർത്താവ് നൽകുകയാണ്. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുന്നത് കർത്താവാണ്. നമ്മൾ ഈ വാൾസിംഗാമിലായിരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മടിയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് കൂടുതലായിട്ടുള്ള ദൈവവിളികളാണ്. പൗരോഹിത്യത്തിലേക്ക്, സമർപ്പണ ജീവിതത്തിലേക്ക്, ഏകസ്ഥ ജീവിതത്തിലേക്ക്, അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ. നമ്മുടെ രൂപതയിലെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു വിളി സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ ഒരു ആഗ്രഹം, ദാഹം നമുക്ക് പ്രകടിപ്പിക്കാം. അതുപോലെ തന്നെ വിശുദ്ധരായിട്ടുള്ള വൈദികര്, സമർപ്പിതര് ഈ രൂപതയിൽ ഉണ്ടാകുവാനായിട്ട്, ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ഫോർമേഷനിലൂടെ ഈശോ ആയിട്ട് മാറിയ ആളുകൾ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടില്ല നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനീഷ സൂചിപ്പിച്ചതുപോലെ അനേക വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 8 വർഷങ്ങളായിട്ടുള്ള നമ്മുടെ തീർത്ഥാടനങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്
നമ്മുടെ രൂപതയ്ക്ക് ഒരു അജപാലന കേന്ദ്രം ഉണ്ടാകണം. അത് നമ്മുടെ രൂപതയിലെ വിശ്വാസികൾക്കെല്ലാം വരാൻ സൗകര്യപ്രദമായിട്ടുള്ള മിഡ്ലൻഡ്സിലായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കാരുണ്യപൂർവം കേട്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിഡ്ലൻഡ്സില്, ബർമിംഗ്ഹാമില് കത്തോലിക്ക സഭയുടെ തന്നെ, ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ കത്തോലിക്ക സഭയുടെ തന്നെ ഹൃദയമായിട്ടുള്ള മേരി വെയിലിൽ തന്നെ നമുക്ക് നമ്മുടെ രൂപതയുടെ ആസ്ഥാനം ഉണ്ടാകാൻ പോവുകയാണ്. 1 ഏക്കർ 80 സെന്റ് സ്ഥലവും 13,500 സ്ക്വയർ ഫീറ്റുള്ള ഒരു കോൺവെന്റ് കെട്ടിടവുമാണ് നമ്മുടെ രൂപതയുടെ അജപാലന ഭവനമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ദിവസമായ ഈ വർഷം ജൂലൈ 25-ാം തീയതി നമ്മൾ അവിടെ പ്രവേശിക്കും. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം, ശാരീരികമായിട്ട് സാധ്യമല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള നിങ്ങളെല്ലാവരുടെയും, ഇരുപതിലുള്ള എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ അവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ്, അത്യുന്നതനായിട്ടുള്ള മാർ റാഫേൽ വലിയ മെത്രാപ്പോലിത്ത, ഈ വരുന്ന സെപ്റ്റംബർ 11 മുതൽ 29 വരെ നമ്മുടെ രൂപതയിൽ അജപാലന സന്ദർശനം നടത്തുമ്പോൾ ആ അജപാലന ഭവനം ആസ്വദിക്കപ്പെടുവാനായിട്ട്, ഉദ്ഘാടനം ചെയ്യപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അനേകരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ്, ഒരേ മനസ്സോടെയുള്ള ശുശ്രൂഷയുടെ ഫലമായിട്ടാണ് നമ്മുടെ അജപാലന ഭവനം നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, ത്യാഗപൂർവം പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഈ ബലിയിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായിട്ടുള്ള ഗർഭപാത്രത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരണിച്ച് സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ഈ തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാർത്ഥന തന്നു വിടും. ആ പ്രാർത്ഥന സെപ്റ്റംബർ 16-ാം തീയതി വരെ നിങ്ങളെല്ലാവരും ചെല്ലണം. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട് ആ പ്രാർത്ഥന. നമ്മുടെ അജപാലന ഭവനം അത് ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തനം ആരംഭിക്കണം, പ്രവർത്തനം മുമ്പോട്ട് പോകണം. അതനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിക്കുന്നതാണ്. വൈദികരെല്ലാവരും തന്നെ വിശുദ്ധ കുർബാനയിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യാമപ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം നമ്മൾ അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നത് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് സെപ്റ്റംബർ 11 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ രൂപത സന്ദർശിക്കുമ്പോൾ പ്രധാനമായിട്ടും ഹന്തൂസ ദ ഹാപ്പിനെസ് എന്ന പേരിലുള്ള യുവജന കൂട്ടായ്മ സെപ്റ്റംബർ 15-ാം തീയതി നടക്കും. 16 വയസ്സിന് മുകളിലുള്ള എല്ലാ യുവജനങ്ങളും, നമ്മുടെ രൂപതയിലെ എല്ലാ യുവജനങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രൂപതയിലെ യുവജനങ്ങൾ മുഴുവൻ ഈ രൂപതയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ഏകദേശം 13,000-ഓളം കുട്ടികൾ നമ്മുടെ രൂപതയിൽ മതബോധനം സ്വീകരിക്കുന്നുണ്ട്, കാറ്റഗേസിസ് സ്വീകരിക്കുന്നുണ്ട്. 2,500-ലധികം അധ്യാപകരാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത്. ദ ഓൾമൈറ്റി വർക്ക്സ് മാർവൽസ്. അത്യുന്നതൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്, വിസ്മയങ്ങൾ പ്രവർത്തിക്കുകയാണ് നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ വിശ്വാസികളിലൂടെ. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സെപ്റ്റംബർ 21-ാം തീയതി തൈബൂസ കൃപ എന്ന പേരിലുള്ള നമ്മുടെ രൂപതയിലെ സ്ത്രീകളുടെ വലിയ കൂട്ടായ്മ ബർമിംഗ്ഹാമിൽ നടക്കുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് 17 മിഷനുകൾ മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഗോഡ് വില്ലിംഗ്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ. അതുപോലെ തന്നെ 7 ഇടവകകൾ, നമുക്കറിയാം സ്വന്തമായി ദേവാലയങ്ങളും വൈദികരെ താമസിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇടവകകളാകുന്നത്. നമ്മുടെ രൂപതയിൽ 7 ഇടവകകൾ
രൂപപ്പെടുകയാണ്. കർത്താവ് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ വലിയ ഒരു തീഷ്ണത നമ്മുടെ വൈദികർക്കും അതുപോലെ തന്നെ സമർപ്പിതർക്കും നമ്മുടെ കൈക്കാരന്മാർക്കും കമ്മിറ്റിക്കാർക്കും എല്ലാം ഉണ്ട്. വലിയൊരു കൂട്ടായ്മ അനുഭവം. അത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ നൽകുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കുർബാനയിൽ സമർപ്പിക്കാം, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം, നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കൊച്ചു കാര്യങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് വലിയ തീക്ഷ്ണതയോടെ നമ്മുടെ ഹൃദയം മുഴുവൻ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കന്യകാ മറിയം, അവള് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയാണ്. മറിയം വചനം കേട്ട് ആമേൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യവർഗം മുഴുവൻ വചനം കേട്ട് ആമേൻ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മളെല്ലാവരും നസ്രത്തിൽ സന്നിഹിതരായിരുന്നു എന്നുള്ളത് സഭയുടെ വലിയൊരു കാഴ്ചപ്പാടാണ്. അമ്മ ആമേൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഓരോ ആമേനും അവിടെ സന്നിഹിതമായിരുന്നു. അമ്മ ശുശ്രൂഷ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കേട്ട തിരുവചനത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്ന തിടുക്കത്തിൽ അമ്മ സക്രിയായുടെ ഭവനത്തിലെത്തി എലീശുവായെ അഭിവാദനം ചെയ്തപ്പോൾ സ്നാപക യോഹന്നാൻ റുഹാദ് കുശായ നിറഞ്ഞ കാര്യമാണ്. വലിയ തിടുക്കത്തിലുള്ള അമ്മയുടെ ശുശ്രൂഷ, ആ ശുശ്രൂഷ നമ്മുടെയും ശുശ്രൂഷയാണ്. ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. There is no church without Holy Spirit, but there is no Pentecost without Virgin Mary. റുഹാദ കുദിശ ഇല്ലാതെ തിരുസഭയില്ല. പക്ഷേ പരിശുദ്ധ കന്യകാമറിയം ഇല്ലാതെ പന്തക്കുസ്ത ഇല്ല എന്നുള്ള കാര്യമാണ്. പന്തക്കുസ്തായിലാണ് ഈശോയുടെ ഉയർപ്പിന്റെ 50-ാം ദിവസമാണ്. പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ 50. ഈശോയുടെ ഉയർപ്പിന്റെ 50-ാം ദിവസമാണ്. പന്തക്കുസ്തായിലാണ് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നിരുന്ന ശ്ലീഹന്മാർക്ക്, ശിഷ്യന്മാർക്ക് റുഹാദ കുശായ ലഭിച്ചത്. പരിശുദ്ധ കന്യകാമറിയം ഇല്ലാതെ there is no Holy Spirit. അപ്പോൾ നമുക്ക് സന്തോഷമില്ല എങ്കിൽ, നമുക്ക് സമാധാനം, അതായത് നമുക്ക് സഹനം ഇല്ലായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ഒരേ സമയം അനുഭവിക്കേണ്ട കാര്യമാണ് ഈ സഹനവും സന്തോഷവും. അപ്പോൾ സഹനത്തിലായിരിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ റുഹാദ കുദ്ശായുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് സമാധാനത്തിലായിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടാകാം. നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒത്തിരിയേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. പക്ഷെ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുവാനായിട്ട് ഫോർ ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ ആൻഡ് ഫോർ ദ ബിലീവർ ഈസ് ഓൾസോ എവറിത്തിങ് ഈസ് പോസിബിൾ. ദൈവത്തിനെല്ലാം സാധ്യമായതുപോലെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കുമെല്ലാം സാധ്യമാണ്. കാരണം വിശ്വസിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് വചനമാണ്, ദൈവമാണ്, ദൈവമായ വചനമാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഫോർ ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ ആൻഡ് ഫോർ ദ ബിലീവർ ഈസ് ഓൾസോ എവറിത്തിങ് ഈസ് പോസിബിൾ. ഇതെല്ലാം തിരുവചനമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ രൂപതയിലെ ഓരോ
വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ, ചെറുപ്പക്കാരുടെ, അവരെവിടെയും ആയിക്കൊള്ളട്ടെ, അമ്മ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ. കാരണം നമ്മൾ കേട്ട പ്രാർത്ഥനയില് ഈശോയെ നൽകി, അതോടൊപ്പം തന്നെ ഈശോ നമുക്ക് നൽകിയത് തൻ്റെ അമ്മയാണ്. ആ അമ്മയെ നൽകിയത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായിട്ട്. യോഹന്നാൻ ശ്ലീഹ, വലിയ ദൈവശാസ്ത്രജ്ഞനായ യോഹന്നാൻ ശ്ലീഹ മറിയത്തെ സ്വീകരിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരുമെല്ലാം പ്രത്യേകമായിട്ട് മറിയത്തെ സ്വന്തമായി സ്വീകരിക്കണം. ടേക്കിംഗ് ഇൻ ടു വൺ സെൽഫ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മറിയത്തെ സ്വീകരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാവും, അപ്പോൾ സന്തോഷമുണ്ടാവും, അപ്പോൾ സമാധാനമുണ്ടാവും, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം പരിശുദ്ധ അമ്മയുടെ അസാന്നിധ്യമാണ്. അതിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അസാന്നിധ്യമാണ്. കത്തോലിക്കാ സഭ ഈ വർഷം പ്രാർത്ഥനയുടെ വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മൾ വലിയൊരു ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 വലിയ ജൂബിലി വർഷമാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ള വലിയൊരു ടൈറ്റിലാണ്, ഒരു മോട്ടോയാണ് നമുക്ക് ജൂബിലി വർഷത്തിലുള്ളത്. അതിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനയുടെ വർഷത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ രൂപത ദൈവശാസ്ത്ര വർഷത്തിലാണ്. നമ്മൾ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ കുർബാനയുടെയും മറ്റു കൂദാശകളുടെയും എല്ലാം ദൈവശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി നമുക്ക് ഈ വളർച്ചിങ്ങാമില് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യമുള്ള പരിശുദ്ധ അമ്മയുടെ ഭവനത്തിൽ നമുക്കിതെല്ലാം സമർപ്പിക്കാം.